ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സിവ വേൾഡ്. അപ്പോൾ ഇന്നൊരു പുതിയ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഈസ്റ്ററിന് വേണ്ടി കേക്ക് സർപ്രൈസായിട്ട് വാവയ്ക്ക് വാങ്ങിച്ചതാണ്. പക്ഷേ ആ കേക്കിൽ ഒരു ഹാപ്പി ഈസ്റ്റർ എന്ന് പറയാം, ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതി കളഞ്ഞു. അപ്പോൾ അത് പറഞ്ഞിട്ടാണ് എല്ലാവരും കൂടി ചിരിക്കണത്. അപ്പോൾ ഇതൊരു സർപ്രൈസ് വീഡിയോ ആയിരുന്നു ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ സർപ്രൈസ് കൊടുത്തൊന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം ആ നേരത്ത് ഞാനും പ്രിപ്പയർഡ് ആയിരുന്നില്ല. പെട്ടെന്നാണ് കൊണ്ടുവന്നത്. പിന്നെ ഞാൻ കേക്ക് മുറിക്കാൻ നേരത്താണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ ഞാൻ വാവേനെ ഡ്രസ്സൊക്കെ മാറ്റി വന്നു. അവൾക്ക് കേക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൾക്കൊരു സർപ്രൈസായിട്ട് അവളൊട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ അവളിങ്ങനെ ആകെ വണ്ടടിച്ച് നിൽക്കുക, സന്തോഷവും ഇതൊക്കെ കൊണ്ട് ഇതെങ്ങനെയാണ് എന്താണെന്നൊക്കെ ആലോചിച്ചിട്ടാ. അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് ആൾ. അപ്പോൾ ഇന്ന് എപ്പോഴും കേക്ക് എന്നാണ് അവൾ പറയണത്. അപ്പോൾ ഏത് കേക്കാണ് എന്ത് കേക്കാന്നൊക്കെ അറിഞ്ഞിട്ട് വാങ്ങാമെന്ന് വെച്ചു. കണ്ടോ, ഒരു ഹാപ്പി ബർത്ത്ഡേ എന്നാണ് അതിലെഴുതിയത്, ഹാപ്പി ഈസ്റ്റർ എന്ന് എഴുതാൻ പറഞ്ഞിട്ട്. അപ്പോൾ മാമൻ്റെ വകയായിരുന്നു കേട്ടോ, അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ സർപ്രൈസായിരുന്നു. അത് കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ ഞങ്ങളെല്ലാവരും റൂമിലിരിക്കുമായിരുന്നു. അതാണ് ഞാൻ ആ നേരത്തെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാഞ്ഞത്. പിന്നെ ഞങ്ങളിത് മുറിക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോ സാധനങ്ങളൊക്കെ എടുക്കാനും പിടിക്കാനും ഒക്കെ ആയിട്ട് നടന്നു. പിന്നെ ഞങ്ങളൊന്നും ഡ്രസ്സ് മാറിയില്ല, വാവേനെ മാത്രമേ ഡ്രസ്സൊക്കെ മാറ്റിയുള്ളൂ. ഞങ്ങളൊക്കെ അതേ ഡ്രസ്സിൽ തന്നെ അങ്ങ് നിന്നു. ഞങ്ങളിപ്പോൾ കുറച്ച് പടക്കമൊക്കെ മേടിക്കാൻ വേണ്ടി പോയതായിരുന്നു വീട്ടിൽ. പിന്നെ 2 ദിവസം വീട്ടിൽ നിൽക്കുകയും ചെയ്യാം എന്നൊക്കെ വിചാരിച്ചത്. അപ്പോൾ അങ്ങനെ മോളും വാവയും കൂടി കേക്ക് മുറിക്കാൻ പോവാണ്. അപ്പോൾ കൂടെയുള്ള കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങളുടെ മോനാണ്. നിങ്ങൾ മുന്നത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, ഞങ്ങൾ കൊടുങ്ങല്ലൂരൊക്കെ പോയ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. പിന്നെ ക്യാമറ വെച്ചത് ഓർമ്മയില്ലാണ്ട് ഞാൻ തന്നെയാണ് ക്യാമറയുടെ ഫ്രണ്ടിൽ വന്ന് നിൽക്കണത് ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ കേക്ക് മുറിക്കാൻ വേണ്ടി ഞാൻ കേക്കിൽ ക്യാൻഡിൽ അവർ തരുമല്ലോ, അങ്ങനെ ക്യാൻഡിലൊക്കെ കത്തിച്ചു. ഇപ്പം ഞങ്ങൾ പിന്നെ കേക്കൊക്കെ മുറിച്ചു, വേഗം ഞങ്ങളൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ കുറച്ച് കേക്ക്, ചെറിയൊരു കേക്കായിരുന്നു, 1.5 കിലോത്തിൻ്റെ കേക്ക്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഞങ്ങളെല്ലാവരും കൂടി കഴിച്ച് തീർക്കുകയും ചെയ്തായിരുന്നു. അങ്ങനെ പിന്നെ മോളെ കൊണ്ട് കേക്കൊക്കെ ക്യാൻഡിലൊക്കെ ഊതി അവൾ കേക്കൊക്കെ മുറിച്ചു. ഭയങ്കര ഹാപ്പി ആയിരുന്നു എന്തായാലും. അപ്പോൾ നമ്മൾ പിള്ളേർക്കൊക്കെ ഇങ്ങനെ സർപ്രൈസ് കൊടുക്കുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ, അവർക്കും നമുക്കും ഒക്കെ സന്തോഷമായിരിക്കും. അപ്പോൾ നിങ്ങളിങ്ങനെയൊക്കെ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നോ ഈസ്റ്ററൊക്കെ? ഞങ്ങളിങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ആഘോഷിക്കും കേട്ടോ. പിന്നെ ന്യൂ ഇയറും ഇതൊക്കെ ഇപ്പോൾ കുറവാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം മോള് പഠിക്കുന്നു, കുഞ്ഞ്, അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾ പോക്കും വരാനൊക്കെ കുറവാണ്. മറ്റേത് അങ്ങനെയല്ല, എല്ലാ പരിപാടിയും ഞങ്ങൾ ആഘോഷിക്കുമായിരുന്നു. ഇപ്പം അതൊക്കെ കുറവാണ്. പിന്നെ അത് അവർ കേക്ക് മുറിച്ച് കഴിഞ്ഞപ്പോൾ അകലമ്പായിട്ടാണ് മുറിച്ചത്. പിന്നെ ഞാൻ കത്തി വാങ്ങിച്ചിട്ട് രണ്ടാമതൊരു കണക്കിന് അങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കി മുറിച്ച് എല്ലാവർക്കും കൊടുത്തു. പിന്നെ ഞങ്ങൾ വേഗം കഴിച്ച് തീർത്തു. അപ്പം അത്രയൊക്കെയുള്ള വിശേഷങ്ങൾ. ഓക്കെ, ബൈ, താങ്ക് യു. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബാക്കിയുള്ളത് നിങ്ങളും കഴിക്കട്ടോ. ബൈ.